രേണു സുധിയുടെ ക്യാൻസർ അതിനെപ്പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ വിഷയം ഞാൻ സംസാരിക്കേണ്ടെന്ന് കരുതി കളഞ്ഞൊരു വിഷയമാണ്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളും വിമർശനങ്ങളും ഈ ഒരു വിഷയം സംബന്ധപ്പെട്ടുണ്ടാകുന്നതുകൊണ്ട് നമുക്കും നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞേ പറ്റൂ. രേണു സുധിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അവരുടെ രോഗാവസ്ഥയിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. കാരണം നമ്മളൊരിക്കലും രോഗികളെ നമ്മളൊരിക്കലും കുറ്റം പറയുകയോ അവരെ പിന്നെയും വേദനിപ്പിക്കാനൊന്നും ശ്രമിക്കാറില്ല. അവരുടെ അസുഖം ഭേദപ്പെട്ട് അവർ വീണ്ടും പഴയ ആരോഗ്യനിലയിലേക്കും പഴയ ലൈഫിലേക്കും വന്ന് സമാധാനമായിട്ട് ജീവിക്കുന്ന കാര്യം ആദ്യം തന്നെ പറയുകയാണ്. പക്ഷേ ഇപ്പം ഒരു രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്തും അവർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന കുറച്ച് പ്രശ്നങ്ങൾ അവരുടെ രോഗാവസ്ഥയിലും അവർക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് എങ്ങനെയാണ് ഇവരെ ഈ ഒരു മേഖലയിലേക്ക് കടത്തിവിടാൻ വേണ്ടി പറ്റുന്നത്? എന്തിനാണ് ഈ ഒരു അവസ്ഥ കിടക്കുമ്പോഴും അനാവശ്യമായ പ്രശ്നങ്ങളും കൊണ്ടുവരുന്നത്? എന്തിനാണ്? അപ്പോൾ അവർക്ക് പ്രശ്നമാണോ വലുത്, ആരോഗ്യമോ അവരുടെ ഒരു ചികിത്സയുമാണോ അവർക്ക് വലുത്? അവരുടെ മകനായിരുന്നാലും അവരായിരുന്നാലും ഇതെന്താണ് ഇവിടെ കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്താണ് അവർ ചെയ്യുന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. മകൻ അമ്മേനെ കുറ്റം പറഞ്ഞ്, അമ്മ മകനെ കുറ്റം പറഞ്ഞു, അമ്മയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ കിടന്ന് മകനെ കുറ്റം പറയുന്നു, വീഡിയോ എടുക്കുന്നു, റീച്ച് ഉണ്ടാക്കുന്നു. ഇതൊക്കെ എന്ത് തരം ആൾക്കാരാണ് ഇതൊക്കെ? അല്ല, ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മുടെയൊക്കെ ഒരു വീട്ടിൽ ഒരാളാണ് ഇങ്ങനെ കിടക്കുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഈ വീഡിയോ എടുപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഇതിലൊക്കെ നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അവരെ എത്രത്തോളം നന്നായിട്ട് നോക്കാൻ വേണ്ടി പറ്റും, നമ്മൾ എത്രത്തോളം അവരെ നല്ലോണം നോക്കും. അവരുടെ മരുന്ന്, ചികിത്സ, ടെസ്റ്റ്, സ്കാനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അവരുടെ സമാധാനം, അവരെ സുരക്ഷിതമായിട്ട് ഇരുത്തുന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രം. ഇത് അമ്മയും മോനും കൂടെ എന്തിനോ വേണ്ടിക്കണം തമ്മിൽ പാരവെപ്പും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതെന്താണിത്? എനിക്കൊന്നും മനസ്സിലാവുന്നത് കണ്ടിട്ട്. ഡെയിലി അമ്മ ഒന്നിടും, മോനൊന്നിടും, അമ്മ വേറെ പറയും, മോൻ വേറെ പറയും. ഞാൻ ഒരു കാര്യം പറയാം, രേണു സുധിയുടെ ഈ ഒരു കാര്യത്തിൽ ഇപ്പം നമുക്ക് ഭയങ്കര പ്രശ്നവും നമുക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് നാൾ മുമ്പ് വരെ ഇവരുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും അവരുടെ റീലും കാര്യങ്ങളൊക്കെ ഏത് രീതിക്കായിരുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. നമ്മളത് ഇപ്പോൾ ഇവിടെ കുറ്റം പറയുന്നില്ല. ഈ കിടന്ന് ഇത്രയും ആഭാസത്തരങ്ങളെല്ലാം കാണിച്ച് വെച്ചിട്ട് അന്ന് നമുക്കിവരൊന്നും ഇഷ്ടമില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ നമുക്ക് ഭയങ്കര ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇനി ഒരിക്കലും ഇത് ശരിയായിട്ട് വീണ്ടും ആ വഴിക്ക് പോകാതിരിക്കുക, വീണ്ടും തന്നിഷ്ടം, തൻ്റെ ഇടം, അഹങ്കാരം എന്നീ കാര്യങ്ങൾ കാണിക്കാതിരിക്കുക. ഞാനങ്ങ് എന്തും ചെയ്യും, എനിക്ക് ആരും ചോദിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാകാതിരിക്കണം എന്ന കാര്യം മാത്രമാണ് എനിക്കിപ്പോൾ പറയേണ്ടതുള്ളത്. ഈ രോഗം പൂർണ്ണമാകുമ്പോൾ കുറച്ചെങ്കിലും ഒരു മാന്യത അല്ലെങ്കിൽ ഒരു അച്ചടക്കം, ഒരു സ്വയാഭിമാനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. നിങ്ങളൊക്കെ കൊല്ലം സുധിയുടെ പേര് വെച്ച് നിങ്ങൾ റീച്ച് ആൾക്കാരാണ്. അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്നും റീച്ച് ഉണ്ടാക്കിയെടുത്തില്ല. പിന്നെ നിങ്ങൾ റീച്ച് ഉണ്ടാക്കിയെടുത്തതും ഏത് തരം റീലുകൾ ചെയ്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാം. നിങ്ങൾ ദാസട്ടയോടൊപ്പം റീൽ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അതൊക്കെ വിട്ട് നിങ്ങൾക്ക് മാന്യമായിട്ടൊരു സംഭവം ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന കാര്യങ്ങളാണ് ഇവിടെ ആദ്യം ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ രോഗാവസ്ഥ പൂർണ്ണമായിട്ട് മാറി വന്നിട്ട് വീണ്ടും പഴയ കണക്കാവാതിരിക്കുന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. ഇവരാരും ഇപ്പോൾ ഇനി കുറ്റം പറയരുത്. കാരണം അവരുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. ചികിത്സയും കാർഡ് നിൽക്കുകയാണ്. പക്ഷെ അവരും ആ ഒരു സമീപനം പാലിക്കണം. അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും പ്രശ്നങ്ങളും റീലും ഉണ്ടാക്കാൻ വേണ്ടി ഈ കിടക്കുന്ന കിടക്കൊക്കെ നിങ്ങളങ്ങനെ ശ്രമിക്കരുത്. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും കാണുക നിങ്ങളെ മാത്രം പ്രശ്നമാണ്. അത് ജനങ്ങളെ അറിയിക്കാനും റീച്ച് ഉണ്ടാക്കാനും ഈ കിടന്ന കിടപ്പിൽ എനിക്ക് റീച്ച് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു ബുദ്ധി പോലും നിങ്ങൾക്ക് തെറ്റാണ്. രേണു സുധി എന്ന് പറഞ്ഞ കാര്യം അവരെ മകനെ കേൾക്കാൻ വേണ്ടി പറയണം. നിങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ നിങ്ങളുടെ അമ്മേനെ ആ ഒരു വഴിക്ക് മാത്രം വിടുക. നിങ്ങൾ ചുമ്മാ അവരെ കുറ്റം പറയാൻ വേണ്ടി നിൽക്കേണ്ടത്. അപ്പോൾ അമ്മയായിരുന്നാലും മകനായിരുന്നാലും അവരുടെ ഗുരുതരമായ ആ ഒരു ആരോഗ്യ പ്രശ്നം മനസ്സിലാക്കി മകനും മിണ്ടാതിരിക്കുക, അമ്മയും മിണ്ടാതിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം പാരവയ്ക്കാനും കുറ്റം പറയാൻ പറ്റിയ ഒരു അവസ്ഥയും കാര്യങ്ങളൊന്നുമല്ല. അത് മാത്രമല്ല, ഇനിയുള്ള വീഡിയോസ് ഇറക്കി ജനങ്ങൾ അറിയിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം, മരുന്ന്, ടെസ്റ്റ് കാര്യങ്ങൾ നോക്കി നിങ്ങൾ പൂർണ്ണ സൗഖ്യമായിട്ട് വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നടക്കുക എന്നുള്ള കാര്യം മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് ഇത്ര മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. ഇനി അവരുടെ കയ്യിലാണ്. ഇത്രയ്ക്ക് വെറുപ്പിച്ച് ഇനിയും വെറുപ്പിക്കാതെ ഈ അസുഖങ്ങളൊക്കെ നേരാകുമ്പോൾ ഈ മാന്യമായിട്ട് സിനിമയിൽ അഭിനയിക്കോ, പ്രമോഷന് പോവോ, റീൽ ചെയ്യുക, അത് മാന്യമായിട്ട് ചെയ്യുക. ആരെയും പറ്റി കുറ്റം പറഞ്ഞ ഈ വാ തുറന്ന എന്തും പറഞ്ഞുള്ള ഒരു കാര്യങ്ങളൊക്കെ ജീവിക്കാതെ മാന്യമായി ജീവിക്കുക. ഇത്ര പറയുള്ളൂ. ദൈവം നിങ്ങൾ അസുഖങ്ങൾ മാറ്റി തരട്ടെ രേണു സുധി എന്നുള്ള കാര്യം വെച്ച് ഇത്ര എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ.